മുആവിയ ഇബ്ന് അബി സുഫിയാൻ റസൂല് മുആവിയുടെ അടുത്ത് പറഞ്ഞതായിട്ട് പറയുന്ന ഒരു വരിയുണ്ട്. മുആവിയ, നീ ഏറ്റവും മികച്ച രീതിയിൽ ഭരണം നടത്തണം. ഇത് മുആവിയ ഖലീഫയാകും എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് ഒരു പ്രവചനമായിട്ട് പറയാറുണ്ട്. റസൂലിൻ്റെ വഫാത്ത് കഴിഞ്ഞ് ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷമാണ് മുആവിയ ഖലീഫയാകുന്നത്. മുആവിയ ഇബ്ന് അബി സുഫിയാൻ സുന്നികൾക്ക് ഒരു സ്വഹാബിയാണ്. ഷിയാക്കൾക്ക് അലിയുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വഴി പിഴച്ചവനാണ്. ഈ സുന്നി പണ്ഡിതന്മാരുടെ ഇടയിൽ തന്നെ മുആവിയയുടെ രാഷ്ട്രീയ നീക്കങ്ങളെ വിമർശിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായും യസീദിനെ പിടിച്ച് ഖലീഫയാക്കിയത്, ഈ രാജവാഴ്ച തുടങ്ങുന്നത് അങ്ങനെയാണ്. അലിയുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടത്, അലി റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്യാൻ വിസമ്മതിച്ചത്, ഇതൊക്കെ കാരണമായിട്ട് പറയാറുണ്ട്. ഹസൻ അൽ ബസ്രി, ഇമാം നവവി, നമ്മുടെ ഷാ വലിയുല്ലാഹിൽ ദഹൽവി, ഇവരൊന്നും അങ്ങനെ ഒരു രൂക്ഷ വിമർശനം നടത്തിയ ആളുകളൊന്നും അല്ല. ഒരു മയത്തിൽ മുആവിയ ഈ ചെയ്തത് ശരിയായില്ല എന്നുള്ള ആ ഒരു രീതിയിൽ അങ്ങനെ പറഞ്ഞ് പോയിരിക്കുകയാണ്. സ്വഹാബിയല്ലേ, അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല, ഇക്കാലത്ത് പോലും പറ്റുന്നില്ല. ഇനി ആരെങ്കിലും മുആവിയയെക്കുറിച്ച് അങ്ങനെ എതിര് പറഞ്ഞാൽ അത് കോഡ് ഓഫ് കോണ്ടക്റ്റിനെതിരാണ്. നമ്മളെ ഈ സുന്നി പാർട്ടിയിൽ നിന്ന് മതം മാറ്റി ഷിയാക്കളുടെ ചാരനാക്കി കളയും. മുആവിയ, നീ ഭരണം നടത്തുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ഭരണം നടത്തണം. ഇതൊരു പ്രവചനമാണോ അതോ താക്കീതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും സുന്നി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു മയത്തിൽ മുആവിയ ഇബ്ന് അബി സുഫിയാൻ എന്ന സ്വഹാബി ആരാണ് എന്ന് നോക്കാം. മുആവിയ ഇബ്ന് അബി സുഫിയാൻ ഇബ്ന് ഹർബ് ഇബ്ന് ഉമയ്യ റസൂലിൻ്റെ നുബുവത്തിന് ഏതാണ്ട് 7-8 വർഷങ്ങൾക്ക് മുൻപാണ് മുആവിയ ഇബ്ന് അബി സുഫിയാൻ ജനിക്കുന്നത്. മക്കയിലെ ഖുറൈശികളുടെ കൂട്ടത്തിലെ ബനു ഉമയ്യ എന്ന വംശത്തിൽ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ ആ ഒരു വംശത്തിൽ. പിതാവ് അബൂ സുഫിയാൻ ഇബ്ന് ഹർബ്, മാതാവ് ഹിന്ദ് ബിന്ത് ഉത്ബ. ഈ അബൂ സുഫിയാൻ എന്ന് പറയുന്നത് ഖുറൈശികളുടെ ഇടയിലെ അന്നത്തെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ഭരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജന്മാവകാശമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് ബനു ഉമയ്യ. ഈ ഖുറൈശികളുടെ കൂട്ടത്തിലെ ഒരു പ്രധാന കുടുംബം ആയതുകൊണ്ട് തന്നെ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള അറിവുകളൊക്കെ മുആവിയ നേടിയെടുക്കുന്നുണ്ട്. റസൂല് മദീനത്തേക്ക് പോകുമ്പോൾ മുആവിയയ്ക്ക് ഏതാണ്ട് 20 വയസ്സാണ്. അപ്പോൾ അതുവരെ മക്കയിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾക്കും മുആവിയ സാക്ഷിയാകുന്നുണ്ടാവും. പിന്നീട് റസൂല് മദീനയിലെത്തി. ഈ മക്കം ഫത്തഹിന് മുൻപായിട്ട് ഉഹുദ്, ബദർ പോലത്തെ യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും മുആവിയ പങ്കെടുത്തതായിട്ടുള്ള ഒരു റിപ്പോർട്ടൊന്നും ഇല്ല. ഹിജ്റ 6-ാം വർഷമാണ് ഈ ഹുദൈബിയ കരാറും സംഭവങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം മുആവിയ ആ ഒരു സമയത്ത് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. ഈ മുആവിയയുടെ ഒരു സഹോദരി ആദ്യകാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അവർ ഈ അബീസീനിയയിലേക്ക് ഹിജ്റ പോയവരുടെ കൂട്ടത്തിലൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇവർ പിന്നീട് റസൂലിൻ്റെ പത്നിയായി മാറുന്നുണ്ട്. അപ്പോൾ അവരെ കണക്ട് ചെയ്തിട്ട് മുആവിയ ഈ ഹുദൈബിയ സന്ധി സമയത്ത് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്ന ഒരു റിപ്പോർട്ട് കൂടി ഉണ്ട്. അതല്ലെങ്കിൽ മുആവിയയും കുടുംബവും ഈ മക്കം ഫത്തഹിൻ്റെ സമയത്ത് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ്. 1-2 വർഷങ്ങൾക്ക് ശേഷം അബൂ സുഫിയാനും ഭാര്യയും ആ കുടുംബം മുഴുവൻ ഇസ്ലാം മതം സ്വീകരിച്ചു. ഈ അഭിപ്രായ വ്യത്യാസം പറയുന്ന ഒരു സാഹചര്യം ഇതാണ്. അതായത് ഈ മുആവിയയും അബൂ സുഫിയാനും ഒക്കെ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് അത് പ്രവാചകനോടും മതത്തോടും ഒന്നുമുള്ള ആ ഒരു സ്നേഹം കൊണ്ടല്ല, മറിച്ച് വേറെ വഴി ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ്. അത് പക്ഷേ 2 വർഷം മുമ്പ് ഹുദൈബിയയിൽ വെച്ചിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു പ്രോബ്ലം ഇല്ല. എന്തായാലും അബൂ സുഫിയാൻ്റെ കുടുംബം ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം വളരെ സജീവമായി തന്നെ രംഗത്ത് ഉണ്ട്. ഹുനൈൻ യുദ്ധത്തിൻ്റെ സമയത്തും പിന്നീട് ത്വായിഫിലും ആ സമയത്ത് അബൂ സുഫിയാൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടതായിട്ടൊക്കെ പറയുന്നുണ്ട്. ഈ യുദ്ധങ്ങളിൽ മുആവിയയും മുആവിയയുടെ ഒരു മൂത്ത സഹോദരൻ യസീദ് ബിൻ അബി സുഫിയാൻ ഇവരൊക്കെ ഉൾപ്പെടുന്നുണ്ട്. മുആവിയയ്ക്ക് ഈ സമയത്ത് ഏതാണ്ട് 28 വയസ്സാണ്. പിന്നീട് അബൂബക്കറിൻ്റെ ഉമറിൻ്റെ ഒക്കെ ആ ഒരു കാലത്തും ഈ ഖാലിദ് ബിൻ വലീദിൻ്റെ ആ ഒരു സൈന്യത്തിലൊക്കെ ഇവർ ഉണ്ട്.
മുആവിയ ആ സമയത്ത് ഒരു സാധാരണ സൈനികൻ മാത്രമാണ്. ആ സമയത്ത് ഒരു കമാൻഡർ സ്ഥാനം ഉണ്ടായിരുന്നത് യസീദിനാണ്, മുആവിയയുടെ മൂത്ത സഹോദരന്. അതിനോട് ചേർന്നിട്ടാണ് പിന്നീട് പ്രസിദ്ധമായിട്ടുള്ള യർമൂക്ക് യുദ്ധം നടക്കുന്നത് ബൈസന്റീൻ സാമ്രാജ്യത്തിനെതിരെ. ആ സമയത്താണ് ഈ സിറിയ, ലബനാൻ, ജോർഡാൻ, പാലസ്തീൻ, ജെറൂസലേം അടക്കം പിടിച്ചടക്കുന്നത് ഹിജ്റ 14. ഈ ഒരു യുദ്ധത്തിലും ഇവർ 3 പേരും പങ്കെടുക്കുന്നുണ്ട്. മുൻനിരയിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ നയിക്കുന്നുണ്ട്. ചില റിപ്പോർട്ടുകളിൽ ഈ സമയത്ത് അബൂ സുഫിയാൻ്റെ മറ്റേ കണ്ണും നഷ്ടപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. ഈ സിറിയ അക്കാലത്തെ അറേബ്യയിലെ ഏറ്റവും വലിയ ഒരു ട്രേഡിംഗ് ഹബ്ബാണ്, ഒരു പ്രധാന മാർക്കറ്റാണ്. ഹിജ്റ 12 അബൂബക്കർ സിദ്ദീഖ് സിറിയ ലക്ഷ്യമാക്കി ഒരു സൈന്യത്തെ അയക്കുന്നത്. അതിലൊരു ഗ്രൂപ്പിൻ്റെ കമാൻഡറായിട്ടാണ് യസീദ് ഇബ്നു അബൂ സുഫിയാൻ ഉണ്ടായിരുന്നത്. ആ ഒരു ഗ്രൂപ്പിൽ തന്നെയാണ് മുആവിയയും ഉണ്ടായിരുന്നത്, ഒരു സാധാരണ സൈനികനായിട്ട്. ഈ ഒരു സൈനിക നീക്കം അബൂബക്കറിൻ്റെ കാലം കഴിഞ്ഞ് പിന്നീട് ഉമറിൻ്റെ കാലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടുതൽ ശക്തിപ്പെടുന്നതും ആ ഒരു കാലഘട്ടത്തിലാണ്. ഖാലിദ് ബിൻ വലീദിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഡമാസ്കസ് അടക്കമുള്ള ആ ഒരു പ്രദേശം മുഴുവൻ അങ്ങനെ മുസ്ലിങ്ങൾ കൈയടക്കുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു യസീദിനെ ഡമാസ്കസിലെ ഗവർണറായിട്ട് നിശ്ചയിക്കുകയാണ്. ഇത് 636 മറ്റോ ആണ്, ഹിജ്റ 15 16. യസീദ് ഡമാസ്കസിൻ്റെ ഗവർണറായി. ഹിജ്റ 18 അംവാസിലെ ഈ പ്ലാഗ് പൊട്ടിപ്പുറപ്പെടുന്നത്, ആ ഒരു പകർച്ചവ്യാധി ഉണ്ടാകുന്നത്, പ്ലാഗ് ഓഫ് അംവാസ് 639. ഈ ഒരു പകർച്ചവ്യാധിയിൽ 25,000-ഓളം ആളുകൾ മരിച്ചു പോകുന്നുണ്ട്. പ്രധാനപ്പെട്ട പല സ്വഹാബിമാരും ഈ ഒരു പ്ലാഗ് ബാധിച്ച് മരിച്ചു പോയിട്ടുണ്ട്. അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ്, മുആദ് ബിൻ ജബൽ, അതുപോലെ കുറേ സ്വഹാബിമാർ, ഖാലിദ് ബിൻ വലീദിൻ്റെ മക്കളും ഉമറിൻ്റെ ഒരു മകനും ഒക്കെ ഈ ഒരു പകർച്ചവ്യാധിയിൽ മരിച്ചതായിട്ട് പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഈ ഒരു സമയത്ത് അബൂ ഉബൈദ ഇബ്നുൽ ജറാഹിനെ കാണാൻ വേണ്ടി സിറിയയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ഈ മുസ്ലിം സൈനികരുടെ ഇടയിൽ പ്ലാഗ് പകർന്ന് പിടിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു വാർത്ത അറിയുകയും ആ യാത്ര വേണ്ടെന്ന് വെച്ച് തിരിച്ച് പോവുകയും ചെയ്യുകയാണ്. മുആവിയയുടെ സഹോദരനായിട്ടുള്ള യസീദ് ഇബ്നു അബീ സുഫിയാനും ഈ ഒരു പ്ലാഗ് ബാധിച്ച് മരിച്ചു പോവാണ്. അങ്ങനെ 639 ഹിജ്റ 18 ഇസ്ലാമിക ചരിത്രം തന്നെ മാറ്റിത്തിരുത്തിയ ആ ഒരു തീരുമാനം ഉമർ ഇബ്നുൽ ഖത്താബ് എടുക്കുകയാണ്. മുആവിയയെ പിടിച്ച് സിറിയയുടെ ഗവർണറാക്കി മാറ്റുകയാണ്. മുആവിയ ഇബ്നു അബീ സുഫിയാനെ സിറിയയുടെ ഗവർണറാക്കുകയാണ്. പിന്നീടുള്ള നീണ്ട 42-43 വർഷം സിറിയ ഭരിക്കുന്നത് മുആവിയ ഇബ്നു അബീ സുഫിയാനാണ്. 42-43 വർഷം, ഏതാണ്ട് 22 വർഷക്കാലം ഗവർണറായിട്ടും ബാക്കി ഖലീഫയായിട്ടും. റാഷിദൂൻ ഖിലാഫത്ത് കാലത്ത് ഗവർണർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെടാത്ത ഒരേ ഒരു ഗവർണറാണ് മുആവിയ ഇബ്നു അബീ സുഫിയാൻ. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സിറിയൻ ജനതയിലുണ്ടായിരുന്ന സപ്പോർട്ട് തന്നെയാണ്. അതിശക്തമായിട്ടുള്ള പ്രാദേശിക പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിനുണ്ടായിരുന്ന സൈന്യം, അതിശക്തമായിട്ടുള്ള ഒരു സൈനിക പിൻബലം അതും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാറ്റിലും ഉപരിയായിട്ട് അസാധാരണമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭരണ സാമർഥ്യം, അത് പറയാതെ പറ്റില്ല. എങ്ങനെ ഭരണം നടത്തണം എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. സിറിയൻ ജനതയുടെ പിന്തുണ അദ്ദേഹത്തിന് നന്നായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡമാസ്കസ് അദ്ദേഹത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമായിട്ട് മാറുകയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് സെൻ്ററായിട്ട് മാറുകയാണ്. 644 ഉമർ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഭരണത്തിലേറി. ആ ഒരു സാഹചര്യത്തിലും മുആവിയ സിറിയയിലെ ഗവർണറായി തുടർന്നു. പോരാത്തതിന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ അതേ വംശത്തിൽപ്പെട്ട വ്യക്തിയാണ് മുആവിയ. ഇവർ രണ്ടുപേരും ബനു ഉമയ്യക്കാരാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ സഹോദരന്മാർ കൂടിയാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ കൊല ചെയ്യപ്പെടുന്നത് 656 ഹിജ്റ 35. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായത്തിൻ്റെ തുടക്കമാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ മുആവിയയുടെ കുടുംബക്കാരനാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ശേഷം അലി അടുത്ത ഖലീഫയായി സ്ഥാനമേറ്റപ്പോൾ മുആവിയ അലിക്ക് ബയ്യത്ത് ചെയ്യാൻ വിസമ്മതിച്ചു. കൂറുറപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായ ആളുകളെ അലി റളിയല്ലാഹു അൻഹു ശിക്ഷിക്കാതെ അവഗണിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇത് പറയപ്പെടുന്നത്. അലി റളിയല്ലാഹു അൻഹു കുറ്റവാളികളെ ശിക്ഷിക്കാനെടുക്കുന്ന കാലതാമസം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അലി അനീതി പ്രവർത്തിച്ചു എന്ന രീതിയിൽ പ്രഖ്യാപിക്കുകയും
അങ്ങനെ സിറിയയിലും ചുറ്റുപാടുമുള്ള ജനപിന്തുണ, സൈനിക പിന്തുണ മുആവിയ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ അലിക്കെതിരായിട്ടുള്ള ഒരു വലിയ സൈന്യത്തെ മുആവിയ സ്വരുക്കൂട്ടുകയും ചെയ്തു. ഏതാണ്ട് 100,000-ഓളം സൈനികരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് 657 പ്രസിദ്ധമായിട്ടുള്ള സിഫിൻ യുദ്ധം നടക്കുന്നത്, ഹിജ്റ 37. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഉസ്മാൻ ബിൻ അഫ്ഫാനെ ഭരണത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളത് മുആവിയയുടെ കൂടി ഒരു ആവശ്യമായിരുന്നു എന്നാണ്. കാരണം ഈ അലിയും ഉസ്മാനും തമ്മിൽ അത്ര വലിയ ഒരു രസത്തിലൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഖലീഫ ഭരണത്തിനുള്ള ഒരു സാധ്യത മുആവിയയെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് ആ ഒരു സമയത്ത് ചില ചുറ്റിക്കളികളൊക്കെ നടന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഈ അലിക്കെതിരെ നടന്നിട്ടുള്ള ഈ പ്രക്ഷോഭങ്ങളൊക്കെ അത് അധികാരത്തിനും ഭരണത്തിനുമൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് മാത്രം ആയിരുന്നു എന്നാണ്. അല്ലാതെ ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിൻ്റെ പ്രതികാരം എന്നുള്ളത് ഒരു പറച്ചിൽ മാത്രം ആയിരുന്നു എന്നും അധികാരമായിരുന്നു ആവശ്യം എന്നുള്ള രീതിയിലൊരു വിവരണം കൂടി ഉണ്ട്. പക്ഷേ ഈ സുന്നി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും പിന്നെ ഞാനും ഇത്തരത്തിലുള്ള ചരിത്ര വിവരണങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. എന്തായാലും 657 സിഫിൻ യുദ്ധം നടന്നു. ഏതാണ്ട് 25,000-ഓളം ഇറാഖികളും 45,000-ഓളം സിറിയക്കാരും കൊല ചെയ്യപ്പെട്ടു. ഇത് മുഴുവൻ മുസ്ലിങ്ങൾ തന്നെയാണ്. 2 വിഭാഗത്തിൽ നിന്നുകൂടി 70,000-ഓളം ആളുകളാണ് സിഫിൻ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടുന്നത്. ഒരു സമയത്ത് ഒരുമിച്ച് നിന്ന് നമസ്കരിച്ചിരുന്ന ആളുകളാണ്. സുന്നി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവരിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണിത്. കാരണം ഇവർ 2 പേരും സഹാബിമാരാണ്. മുആവിയ സ്വഹാബിയാണ്, അലി സ്വഹാബിമാരിൽ തന്നെ ഉന്നതനാണ്, റസൂലിൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിയാണ്. അവർ തമ്മിലാണ് യുദ്ധം. വിശദീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഒന്ന്. മറ്റൊന്ന്, ഈ ഒരു സമയത്ത് 2 ഖലീഫമാരാണ്. ഭൂരിഭാഗം വരുന്ന മുസ്ലിങ്ങൾ അലിക്ക് ബൈഅത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സിറിയയിലും ചുറ്റപ്പെട്ട പ്രദേശങ്ങളിലും ആ സമയത്ത് മുആവിയ ഖലീഫയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഏതാണ്ട് 3 വർഷങ്ങൾക്ക് ശേഷം 661 ഹിജ്റ 40 അലി റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുകയാണ്. ഈ റാഷിദൂൻ ഖിലാഫത്ത് അതോടുകൂടി അവസാനിക്കുകയാണ്. ഈ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിന് പിന്നിലും ബനു ഉമയ്യ തന്നെ ആയിരുന്നു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് കൂടി ഉണ്ട്. അതല്ലെങ്കിൽ അത് ഖവാരിജ് ചെയ്തു എന്നുള്ള രീതിയിലാണ് കൂടുതലായിട്ടും പറയപ്പെടുന്നത്. ഈ റാഷിദുൻ ഖിലാഫത്ത് അതോടുകൂടി അവസാനിച്ചു. പക്ഷേ അലിയുടെ പിൻഗാമികൾ ആ സമയത്ത് അലിയുടെ മകനായിട്ടുള്ള ഹസൻ റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുത്ത് ഖലീഫ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവർ കൂഫയിലാണ്. അപ്പോൾ ഈ ഇറാഖികളും പിന്നെ ഈ പേർഷ്യയിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകളും ഹസന് ആ സമയത്ത് ബൈഅത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. മുആവിയ ആ സമയത്ത് ഖലീഫ ഭരണം നടത്തിക്കൊണ്ട് സിറിയയിലുണ്ട്. ഈ സിറിയ, ഈജിപ്റ്റ്, പാലസ്തീനൊക്കെ ആ സമയത്ത് മുആവിയയുടെ കീഴിലാണ്. മാത്രമല്ല അതിശക്തമായിട്ടുള്ള ഒരു സൈനിക പിൻബലം അതും മുആവിയക്കുണ്ട്. മുആവിയ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായിട്ട് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഹസനെ പരസ്യമായി വെല്ലുവിളിക്കുകയും ഹസനെതിരെ ഒരു വലിയ സൈന്യത്തെ സജ്ജമാക്കുകയും ചെയ്യുകയാണ്. ഹസൻ റളിയല്ലാഹു അൻഹു പക്ഷേ ഈ ഒരു ചോരക്കളി ഇനി വേണ്ട എന്നും പറഞ്ഞ് സ്വയം ഭരണത്തിൽ നിന്ന് പിന്മാറുകയും മുആവിയക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് അത് ഇവരുടെ ഇടയിലൊരു ഒരു സമാധാന കരാർ ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട്. കാരണം മുആവിയ എന്ന് പറയുന്നത് ഹസൻ റളിയല്ലാഹു അൻഹുവിനേക്കാളും സീനിയറാണ്. ഭരണകാര്യത്തിലായാൽ പോലും അദ്ദേഹം കഴിവ് തെളിയിച്ച വ്യക്തി തന്നെയാണ്, എക്സ്പീരിയൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു സമാധാന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ഹസൻ റളിയല്ലാഹു അൻഹു ഈ ഭരണത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിക്കുകയാണ്. ഈ ഉടമ്പടിയിൽ പറയപ്പെട്ട മുഴുവൻ വ്യവസ്ഥകളും മുആവിയ പരസ്യമായി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഹിജ്റ 41 ഈ ഉടമ്പടി പ്രകാരം മുആവിയ ഭരണം തുടരും. പക്ഷെ മറ്റൊരു പിൻഗാമിയെ ഭരണത്തിലേക്ക് നിശ്ചയിക്കുകയില്ല. അടുത്ത ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം അത് സമുദായത്തിന്, മുസ്ലിം സമുദായത്തിന് വിട്ടു നൽകും. ഈ കലാപ സമയത്ത് അലിയെ പിന്തുണച്ച ആളുകൾക്കെതിരെ ശിക്ഷാ നടപടിയോ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു നടപടിയും ഉണ്ടാവുകയില്ല. അതുപോലെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് അലി റളിയല്ലാഹു അൻഹുവിനെ മിമ്പറിൽ കയറി ശപിക്കുന്നത് അവസാനിപ്പിക്കണം. ഈ ഉടമ്പടി കരാറിന് മുമ്പ് അത് മിമ്പറിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്, വെള്ളിയാഴ്ച ഖുത്ബയിലൊക്കെ. ഇതിൽ വേറെയും കുറേ വ്യവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു.
അതിലെത്രണ്ണം പാലിക്കപ്പെട്ടു, ഏതൊക്കെ പാലിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഈ ഉടമ്പടി കരാറിൽ മുആവിയ പാലിച്ച വ്യവസ്ഥകൾ ഏതൊക്കെയാണ് എന്ന് അറിയുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ എന്തായാലും ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യണം. ഈ ഹസൻ റളിയല്ലാഹു അൻഹു ഈ ഒരു ഉടമ്പടി കരാർ ഉണ്ടാക്കിയതിന് ശേഷം തിരിച്ചങ്ങനെ മദീനയിലേക്ക് തന്നെ പോവുകയാണ്. പറയപ്പെടുന്നത് ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അനുയായികൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു എന്നാണ്. പരസ്യമായിട്ട് ശപിക്കുകയും ചീത്ത പറയുകയും, അതായത് മുആവിയയെ പോലെയുള്ള ഒരാൾക്ക് വേണ്ടി ഭരണം ഒഴിഞ്ഞു കൊടുത്തതിന് ചൊല്ലിയാണ് ഇവർ പറയുന്നത്. അത്തരത്തിലുള്ള ഒരാൾക്ക് വേണ്ടി ഭരണം ഒഴിഞ്ഞു കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പരസ്യമായി ചീത്ത പറയുകയും ചില റിപ്പോർട്ടുകൾ പ്രകാരം ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കുക വരെ ചെയ്യുന്നുണ്ട്. മുആവിയ പിന്നീട് ഹസൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ട ധനസഹായങ്ങളും മറ്റ് ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഈ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും തലയിടരുത് എന്നുള്ളത് മാത്രമായിരുന്നു ഒരു കണ്ടീഷൻ. മുആവിയ അങ്ങനെ ഈ മുസ്ലിങ്ങളുടെ മുഴുവനായിട്ടുള്ള ഭരണം ഏറ്റെടുക്കുന്നത് ഹിജ്റ വർഷം 41 ഈ ഒരു വർഷം ആമൽ ജമാ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇയർ ഓഫ് യൂണിറ്റി, ഐക്യത്തിൻ്റെ, യോജിപ്പിൻ്റെ വർഷം ആമൽ ജമാ. ആദ്യത്തെ ഫിത്തനയുടെ ഒരു അവസാനം കൂടിയാണത്. മുആവിയ ഖലീഫ ആകുന്നതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന മത്സരങ്ങളും കലാപങ്ങളും ഒക്കെ അതോടുകൂടി നിന്നു. മുആവിയ ഖലീഫയായിട്ടുണ്ടായിരുന്ന 20 വർഷവും അങ്ങനെ പറയത്തക്ക വലിയ കലാപങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ആദ്യകാല ഇസ്ലാമിക ഭരണത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഖലീഫയാണ് മുആവിയ ഇബ്നു അബി സുഫിയാൻ. കാരണം ഭരണത്തിനെതിരെയുള്ള ഒരു പ്രക്ഷോഭങ്ങളോ കലാപങ്ങളോ ഒന്നും നടന്നിട്ടില്ല. ഹിജ്റ 50 ഹസൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്, അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുന്നത്. അറിയാലോ, ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായിട്ടുള്ള ജാദ ബിൻതുൽ അഷ്ഹത്ത് വിഷം കൊടുത്തിട്ടാണ് ഹസൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ പിന്നിലും മുആവിയ തന്നെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മുആവിയ തൻ്റെ മകനെ, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്ത് വരികയാണെങ്കിൽ തൻ്റെ മകനായിട്ടുള്ള യസീദിനെ നിനക്ക് വിവാഹം കഴിച്ച് തരാം എന്ന് ജാദയോട് പറഞ്ഞു എന്നാണ്. ഇവരങ്ങനെ ഹസൻ റളിയല്ലാഹു അൻഹുവിന് വിഷം കൊടുത്ത് കൊന്നിട്ട് മുആവിയയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മുആവിയ ആ സമയത്ത് പറഞ്ഞു എത്രേ, പ്രവാചകൻ്റെ മകനെ കൊന്ന നീ എൻ്റെ മകനെ കൊല്ലില്ല എന്നാര് കണ്ടു എന്ന് ചോദിച്ചു എന്നാണ്. ചുരുക്കത്തിൽ അവരെയും, ഇതത്ര ആധികാരികമായിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല, അങ്ങനെ പറയപ്പെടുന്നുണ്ട്. ഈ വിഷം കൊടുക്കപ്പെട്ടു എന്നുള്ളതിന് വേറെയും ചില തെളിവുകളൊക്കെ പറയുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളൊക്കെ സുന്നികൾ പറയുമ്പോൾ അതൊന്ന് ഒതുക്കി പറയും, ഷിയാക്കൾ പറയുമ്പോൾ അതൊന്നും കൂടെ പെരുപ്പിച്ചും പറയും. എന്തായാലും ഇത്തരത്തിലുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഹസൻ റളിയല്ലാഹു അൻഹുവും പോയി. ഇത് ഹിജ്റ 50 അവിടെ നിന്ന് ഏതാണ്ട് ഒരു 2 വർഷത്തിനുള്ളിലായിട്ട് മുആവിയ മക്ക മദീനയൊക്കെ സന്ദർശിക്കുന്നുണ്ട് ഒരു ഹജ്ജ് സമയത്ത്. ഈ ഒരു സന്ദർശനത്തിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം തൻ്റെ മകൻ യസീദിന് കൂറുറപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. മക്കയിലും മദീനയിലും ഒക്കെ ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന മുതിർന്ന സ്വഹാബിമാരെയൊക്കെ കണ്ട് യസീദിന് കൂറുറപ്പിക്കാൻ വേണ്ടി മുആവിയ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ഇതിനെ ശക്തമായി എതിർക്കുന്ന ഒരേ ഒരു വ്യക്തി ഒരുപക്ഷെ അത് അബ്ദുള്ള ഇബ്നു സുബൈർ മാത്രമായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ ഒരു അവിടെ ഇവിടെ തൊടാത്ത രീതിയിലുള്ളൊരു മറുപടി പറഞ്ഞങ്ങനെ തടി തപ്പുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് പിന്നീട് പക്ഷേ അബ്ദുള്ള ഇബ്നു ഉമർ ഒഴിച്ച് ബാക്കി എല്ലാവരും ശക്തമായിട്ട് തന്നെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. മുആവിയ വഫാത്താകുന്നത് ഹിജ്റ 60 680. ഈ ഹിജ്റ വർഷം 60 ഒരുപാട് ദുരന്തങ്ങളുടെ തുടക്കമായിരിക്കും എന്നൊരു പ്രവാചകൻ്റെ ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹാബിമാരിൽ മിക്കവരും ആ സമയത്തിന് മുമ്പ്, അതായത് ഹിജ്റ വർഷം 60 മുമ്പ് ഞങ്ങളുടെ ജീവൻ എടുക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. ഹിജ്റ 60 ഒരുപാട് ദുരന്തങ്ങളുടെ തുടക്കമായിരിക്കും എന്ന് പ്രവാചകൻ പ്രവചിച്ചു വച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. ഈ സുന്നി വിഭാഗക്കാർ മുആവിയ അടക്കമുള്ള അത്തരത്തിലുള്ള സ്വഹാബിമാരെ തള്ളിപ്പറയാത്തതിൻ്റെ, അല്ലെങ്കിൽ തള്ളിപ്പറയാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം അത് സൂറത്തു തൗബയിലെ ഒരു ആയത്താണ്.
റളിയല്ലാഹു അൻഹും വറളു അൻഹു. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അവനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഇത്തരം വിഷയങ്ങളിൽ ഗവേഷണം നടത്തിയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഇമാമിയങ്ങളുടെ അഭിപ്രായങ്ങളും, അതായത് പ്രവാചകൻ്റെ സ്വഹാബത്തിനെ കുറിച്ച് മോശപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല എന്നാണ്. റബ്ബ് തൃപ്തിപ്പെട്ട ആളുകളാണ്, അവർക്ക് മേൽ നമ്മളൊന്നും പറയേണ്ടതില്ല, മോശപ്പെടുത്തി സംസാരിക്കേണ്ടതില്ല എന്നാണ്. ഇതൊക്കെ മാറ്റി നിർത്തിയാലും മുആവിയയുടെ കാര്യത്തിൽ മുആവിയ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് ആ ഒരു മക്കം ഫതഹിൻ്റെ ആ ഒരു സമയത്താണ്. പക്ഷെ അതിനുശേഷം വഹി എഴുതുന്നതായിട്ടും യുദ്ധത്തിൽ പങ്കെടുക്കുന്നതായിട്ടും ഒക്കെ മുആവിയ വളരെ സജീവമായിട്ട് തന്നെ രംഗത്തുണ്ട്. ഈ ആദ്യത്തെ ഫിത്ന അവസാനിക്കുന്നത് മുആവിയ ഭരണം ഏറ്റെടുക്കുന്നതോടുകൂടിയാണ്, ആമുൽ ജമാ. അവിടെ നിന്ന് ഏതാണ്ട് 20 വർഷക്കാലത്തോളം മുസ്ലിങ്ങളെ ഒരുമിപ്പിച്ച് ചേർത്ത് നിർത്താൻ മുആവിയക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അലിയുമായിട്ടുള്ള വിഷയങ്ങൾ അത് അവർ തമ്മിലുള്ള ഇജ്തിഹാദിൻ്റെ വ്യത്യാസമാണ് എന്നാണ്. അതായത് അലി നേർവഴിയിലായിരുന്നു, അതുപോലെ തന്നെ മുആവിയയും തെറ്റുകാരനല്ല എന്നാണ്. ഈ ആദ്യകാല ചരിത്രകാരന്മാർ അവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് മുആവിയയുടെ ചില തീരുമാനങ്ങൾ, അലിയുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടത്, യസീദിനെ പിടിച്ച് ഖലീഫയാക്കിയത്, ഇതൊക്കെ മുആവിയയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പിഴവുകൾ തന്നെയാണ്. പക്ഷെ അതൊന്നും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഒരു സ്വേച്ഛാധിപതിയായി മുദ്ര കുത്താനോ കാഫിറായി തള്ളിക്കളയാനോ മാത്രമുള്ള കാരണങ്ങളാകുന്നില്ല എന്നാണ്. റളിയല്ലാഹു അൻഹും വറളു അൻഹു. ഈ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അദ്ദേഹത്തിനൊരു പരിപാടി ഉണ്ടായിരുന്നു. ഈ ഗവർണർമാരുടെ നിലവാരം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് രഹസ്യമായിട്ട് ചില ആളുകളെ അങ്ങോട്ടേക്ക് വിടും. അവർ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഭരിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അത്തരത്തിൽ ഉമർ ഒരാളെ ഒരിക്കൽ മുആവിയയുടെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. ഇയാൾ പോയി നോക്കിയപ്പോൾ മുആവിയ ഉണ്ടായിരുന്നത് വലിയ കൊട്ടാരത്തിലും പുറത്ത് കാവൽ ഭടന്മാരും സിംഹാസനവും രാജകീയ വസ്ത്രങ്ങളും ഒക്കെ ആയിരുന്നു. ഇസ്ലാമിക പാരമ്പര്യത്തിൽ ഭരണത്തിൽ ആദ്യകാലത്തുണ്ടായിരുന്ന ഖലീഫമാർക്ക് പോലും സിംഹാസനം ഉണ്ടായിരുന്നില്ല. മുആവിയ ഒരു ഖലീഫ പോലും ആ സമയത്ത് ആയിട്ടില്ല, ഗവർണറാണ്. പക്ഷെ ഉണ്ടായിരുന്നത് ഒരു സിംഹാസനത്തിലാണ്, രാജകീയ സിംഹാസനത്തിലാണ്. ജനങ്ങൾക്ക് നേരിട്ട് പോയി ഇടപെടാൻ പറ്റാത്ത വിധം കാവൽ ഭടന്മാരും സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ രീതിക്ക് എതിരായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഈ ഒരു സംഭവം നേരിട്ടറിയാൻ വേണ്ടി അങ്ങനെ ഡമാസ്കസിലേക്ക് ചെല്ലുകയാണ്. ഉമർ പോയി നോക്കിയപ്പോൾ ഈ പറയപ്പെട്ടതൊക്കെ സത്യമാണ്. വലിയ പരിവാരങ്ങളും സിംഹാസനവും കൊട്ടാരവും ഒക്കെ ഉണ്ട്. ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു മുആവിയയെ ചോദ്യം ചെയ്യുന്നുണ്ട്. നീ ഖുസ്രോ രാജാക്കന്മാരുടെ, പേർഷ്യൻ രാജാക്കന്മാരുടെ രീതിയാണോ പിന്തുടരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിന് മുആവിയ പറഞ്ഞ ഒരു മറുപടി, സിറിയയുടെ ആളുകൾ അവർ ബൈസന്റീൻ രാജാക്കന്മാരെ കണ്ടുവന്ന ആളുകളാണ്, പേർഷ്യൻ രാജാക്കന്മാരുടെ രീതി കണ്ട ആളുകളാണ്. അവരുടെ ഇടയിൽ ഒരു നിലയും വിലയും ഒക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു സാഹിദിൻ്റെ രീതിയൊന്നും അവിടെ വില പോകില്ല. ബാഹ്യമായിട്ടുള്ള ഇത്തരം രീതിയിലുള്ള ഒരു പ്രകടനമൊക്കെ ആവശ്യമാണ് എന്ന് പറഞ്ഞു. അത്തരം രീതികളോട് ഉമർ റളിയല്ലാഹു അൻഹു എതിരായിരുന്നിട്ട് പോലും മുആവിയയുടെ ഈ ഒരു പൊളിറ്റിക്കൽ രീതിയോട് ഉമർ റളിയല്ലാഹു അൻഹു മൗനാനുവാദം കൊടുത്തു എന്നാണ്. ഈ ഒരു സംഭവം ശരിവെക്കുകയും അതേ രീതിയിൽ മുആവിയയെ തുടരാൻ അനുവദിക്കുകയും ചെയ്തു എന്നാണ്. അക്കാലത്ത് അറബികളുടെ ഇടയിലെ ഖുസ്രോ ആണ്, സീസറാണ് എന്നൊക്കെയാണ് മുആവിയയെക്കുറിച്ച് പറഞ്ഞിരുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ കാരണം കിട്ടിയാൽ ഗവർണർമാരെ പിരിച്ചുവിടുന്ന ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷെ മുആവിയയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത്തരത്തിലൊരു രാജകീയ സിംഹാസനവും കാവൽ ഭടന്മാരും നിയമസഭ ഒക്കെ ഉണ്ടാകുന്നത് ഈ മുആവിയയുടെ ഭരണകാലത്താണ്. അതുപോലെ അതുവരെയുള്ള ഈ തിരഞ്ഞെടുപ്പ് സിസ്റ്റം മാറ്റി ഒരു രാജഭരണ സിസ്റ്റമായി മാറുന്നത് മുആവിയ മുതൽക്കാണ്. ഉമവിയ്യ രാജവംശം തുടങ്ങുന്നത് അവിടെ മുതൽക്കാണ്. ഈ ആദ്യത്തെ നേവൽ ഫോഴ്സ്, നാവികസേനയ്ക്ക് രൂപം കൊടുക്കുന്നത് അത് മുആവിയയുടെ കാലത്താണ്. ഈ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഈ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നത് വരെ ബാൻ ചെയ്തിട്ടുള്ള ഒരു നിയമമുണ്ടായിരുന്നു. യാത്ര ചെയ്യാൻ പാടില്ല എന്നുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി നിർത്തി ഒരു നേവൽ ഫോഴ്സ്, ഒരു നാവികസേന അതിന് രൂപം കൊടുക്കുന്നത് അത് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. അറബികളുടെ കൈസർ അഥവാ ഖുസ്രോ, അദ്ദേഹത്തെ കാണാൻ ഏതാണ്ട് വെളുത്ത നീണ്ട ഒരു വ്യക്തിയായിരുന്നു. ഒരു പേർഷ്യക്കാരൻ്റെ ഒക്കെ പോലെ തന്നെയായിരുന്നു. ആദ്യ സമയത്ത് റസൂലിൻ്റെ വഹി എഴുതുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു. റസൂലിന് ഖിദ്മത്ത് ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടി ആയിരുന്നു. റസൂലിന് വളു എടുക്കാനുള്ള വെള്ളം എത്തിച്ചു കൊടുത്തതായിട്ടൊക്കെ പറയുന്നുണ്ട്.
അങ്ങനെ ഒരു പ്രാവശ്യം മുആവിയ റസൂലിന് ഒളു എടുക്കാനുള്ള വെള്ളം കൊടുത്തപ്പോൾ അതിൽ നിന്ന് റസൂൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് മുആവിയയുടെ മുഖത്തേക്ക് എറിഞ്ഞു. പറഞ്ഞു, യാ മുആവിയ, നിന്നെ സ്വർഗത്തിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നിന്നെ സ്വർഗത്തിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയാണ്. മുആവിയ തൻ്റെ ജീവിതത്തിൽ റസൂലിൻ്റെ കുറച്ച് മുടിയും നഖത്തിൻ്റെ കഷ്ണങ്ങൾ ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട്. തൻ്റെ മരണം അടുക്കാറായപ്പോൾ ഇത് തൻ്റെ വായിലും കണ്ണിലും ഒക്കെ വെച്ചിട്ട് തന്നെ ഖബറടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ്. ഈ പറയപ്പെട്ടതൊക്കെ സത്യമാണെങ്കിൽ ഒരു പക്ഷേ നമുക്കറിയാത്ത ഒരു അടുപ്പം മുആവിയ പരിശുദ്ധ പ്രവാചകനുമായിട്ട് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മുആവിയ ഏതാണ്ട് 160ഓളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. മുആവിയെക്കുറിച്ച് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു സംഭവം അദ്ദേഹം സമർത്ഥനായ ഒരു ഭരണാധികാരി ആയിരുന്നു എന്നാണ്. അലിയെക്കുറിച്ച് അറിവിൻ്റെ കവാടം എന്ന രീതിയിൽ പറയാറുണ്ട്. ഉമറിനെക്കുറിച്ച് ഒരു യോദ്ധാവ് എന്ന നിലക്ക് പറയാറുണ്ട്. അതുപോലെ മുആവിയെക്കുറിച്ച് അദ്ദേഹം സമർത്ഥനായ ഒരു ഭരണാധികാരിയാണ് എന്നാണ്. അദ്ദേഹം വളരെ സൗമ്യമായിട്ടാണ് ഓരോ കാര്യങ്ങളും നോക്കി കണ്ട് അതിന് തീരുമാനങ്ങൾ എടുത്തിരുന്നത്. വളരെ സമയമെടുത്ത് ചിന്തിച്ച് സൈനിക ശക്തിയേക്കാൾ അദ്ദേഹം മുൻഗണന നൽകിയിരുന്നത് തന്ത്രപരമായ നീക്കത്തിനും ചിന്തിച്ചിട്ടുള്ള ചില നീക്കങ്ങൾക്കുമായിരുന്നു എന്നാണ്. ആ രീതിയിലാണ് അദ്ദേഹം പലതും കീഴടക്കിയിരുന്നത്. ഒരു പ്രാവശ്യം ഒരാൾ മുആവിയയുടെ ദർബാറിൽ വന്നിട്ട് ഒരു സംസാരം ഉണ്ടാവുന്നുണ്ട്. മുആവിയുമായിട്ടൊരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഈ സംസാരത്തിലിടക്ക് എപ്പോഴും ഇയാൾ കുറച്ച് ക്ഷുഭിതനായിട്ട് പ്രകോപിതനായിട്ടുള്ള ചില സംസാരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇയാളൊരു ഗോത്രത്തലവനോ മറ്റോ ആണ്. മുആവിയക്കെതിരെ ഇയാൾ ദേഷ്യപ്പെടുകയും നിന്നെ അങ്ങോട്ട് തീർത്ത് കളയുമെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇത് മുആവിയയുടെ ഏതാണ്ട് അവസാന കാലത്താണ്. പക്ഷെ മുആവിയ അതിനോട് പ്രതികരിക്കാതെ വളരെ സൗമ്യമായ രീതിയിലാണത് കൈകാര്യം ചെയ്യുന്നത്. ഈ ആൾക്ക് കൈ നിറയെ സമ്മാനങ്ങളും കുറേ സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നല്ല രീതിയിലാണ് സമാധാനിപ്പിച്ച് അവിടുന്ന് പറഞ്ഞ് അയക്കുന്നത്. ഇതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ മുആവിയ പറയുന്ന അത്ഭുതകരമായിട്ടുള്ളൊരു മറുപടി ഉണ്ട്. അതായത് കൈക്കൂലിയാണ് യുദ്ധത്തേക്കാൾ ലാഭകരം എന്നാണ്. അതായത് ഒരാൾക്ക് കൈക്കൂലി കൊടുക്കുന്നതാണ് ഒരു യുദ്ധം ഉണ്ടാവുന്നതിനേക്കാൾ എന്തുകൊണ്ടും ലാഭകരം എന്നാണ്. അത്തരത്തിൽ കൗശലക്കാരനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് മുആവിയ ഇബ്നു അബി സുഫിയാൻ. ജനങ്ങളെ എങ്ങനെ ചേർത്ത് നിർത്താം എന്നുള്ളത് മുആവിയക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആളുകൾ അങ്ങേയറ്റം കൂറ് പുലർത്തിയിരുന്ന ആളുകളാണ്. വംശക്കാരാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, അവർ എല്ലാ നിലക്കും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതക്കാലത്ത് മാത്രമല്ല, പിന്നീടുണ്ടായിട്ടുള്ള കാലഘട്ടങ്ങളിലും ഇതങ്ങനെ തന്നെയായിരുന്നു. ഉമവിയ്യക്കാർക്ക് ശക്തമായ പിന്തുണയായിരുന്നു, പ്രത്യേകിച്ച് മുആവിയക്ക്. ഏതാണ്ട് 250 വർഷങ്ങൾക്ക് ശേഷം ഇമാമുൻ നസായി, പ്രസിദ്ധമായിട്ടുള്ള ഹദീസ് പണ്ഡിതൻ ഇമാമുൻ നസായി ഡമാസ്കസിലേക്ക് വരുന്നുണ്ട്. അക്കാലത്തും ഈ ഉമവിയ്യാക്കളുടെ ഇടയിൽ അലി റളിയല്ലാഹു അൻഹുവിനെ ശപിക്കുന്ന ഒരു ഏർപ്പാട് ഉണ്ടായിരുന്നു. ഇത് അബ്ബാസിയക്കാരുടെ കാലത്താണ്. ഇമാമുൻ നസായി ഡമാസ്കസിൽ വന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഫളായിലുകളെക്കുറിച്ചിട്ട്, യോഗ്യതകളെക്കുറിച്ചിട്ട് ഒരു ഗ്രന്ഥം എഴുതി. ഇമാമുൻ നസായി ഇത് ചെയ്തപ്പോൾ അദ്ദേഹം ഷിയ ആണ് എന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഈ ഒരു കീഴ്വഴക്കം അന്നുമുണ്ട്. അലിയെക്കുറിച്ചോ അഹ്ലു ബൈത്തിനെക്കുറിച്ചോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ പിടിച്ച് ഷിയ ആക്കും. അദ്ദേഹം ഒരു ഷിയ ആയിരിക്കണം എന്ന് പറഞ്ഞു. കാരണം അലി റളിയല്ലാഹു അൻഹുവിനെതിരെയുള്ള വിമർശനങ്ങൾക്കാണ് ഒരു മറുപടി പോലെ അദ്ദേഹം ഈ ഒരു ഗ്രന്ഥം രചിക്കുന്നത്. അങ്ങനെ അവർ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അലിയെക്കുറിച്ച് മാത്രം ഇങ്ങനെ പൊക്കി പറയുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ മറ്റ് സഹാബാക്കളെക്കുറിച്ച് പറയുന്നില്ല? അബൂബക്കറിനെക്കുറിച്ച് എന്തുകൊണ്ട് എഴുതിയില്ല? ഉമറിനെക്കുറിച്ച് എന്തുകൊണ്ട് എഴുതിയില്ല എന്ന് ചോദിച്ചു. അങ്ങനെ ഇമാമുൻ നസായി ഫളായിലു സഹാബ എന്ന് പറഞ്ഞ് മറ്റൊരു ഗ്രന്ഥം തയ്യാറാക്കി. പക്ഷേ ഇതിൽ മുആവിയ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സഹാബാക്കൻ മറ്റ് ഖലീഫമാരെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. മുആവിയ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല, മറ്റ് ഖലീഫമാരെയൊക്കെ ഉൾപ്പെടുത്തി. അങ്ങനെ ഒരിക്കൽ ഒരു പള്ളിയിൽ വെച്ചിട്ട് ജനങ്ങൾ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യണം. പറഞ്ഞു, നിങ്ങൾ അലിയെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അലിയുടെ യോഗ്യതകളൊക്കെ പറഞ്ഞു, ഇനി മുആവിയെക്കുറിച്ചുള്ള ഒരു ഹദീസ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. യോഗ്യത ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഇമാമുൻ നസായി പറഞ്ഞു, മുആവിയെക്കുറിച്ചുള്ള അധികമായിട്ടുള്ള യോഗ്യതകളൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു.
ജനങ്ങളങ്ങനെ പ്രകോപിതരായി ബഹളുണ്ടാക്കാൻ തുടങ്ങി, തർക്കിക്കാനും ഒക്കെ തുടങ്ങി. അവസാനം അദ്ദേഹം മുആവിയെക്കുറിച്ചുള്ള ഒരു ഹദീസ് തെരഞ്ഞ് കണ്ടുപിടിച്ച് അത് ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കുകയാണ്. പക്ഷേ ഇത് മുആവിയയെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു ഹദീസ് ആയിരുന്നില്ല. ഇത് മുആവിയ റസൂലിന് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കാലത്ത് സംഭവിച്ചിട്ടുള്ളതാണ്. ഒരു പ്രാവശ്യം റസൂൽ വന്നിട്ട് മുആവിയെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞേക്കുകയാണ്. ഇയാൾ പോയിട്ട് തിരിച്ചു വന്നു, പറഞ്ഞു മുആവിയ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു മുആവിയോട് ഇങ്ങോട്ട് വരാൻ പറയൂ എന്ന് പറഞ്ഞ് വീണ്ടും പറഞ്ഞയച്ചു. ഇദ്ദേഹം പോയിട്ട് മുആവിയയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു റസൂൽ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. മുആവിയ ചോദിച്ചു, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഇദ്ദേഹം തിരിച്ചു വന്ന് റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മുആവിയ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് റസൂല് പറഞ്ഞു, അവന് ആ കഴിക്കുന്നതിൽ നിന്ന് ഒരിക്കലും തൃപ്തിയാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞു എന്നാണ്. അവൻ അതിൽ നിന്ന് ഒരിക്കലും തൃപ്തിയാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞു എന്നാണ്. മുആവിയയുടെ ആളുകൾ യോഗ്യത വിവരിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞൊരു ഹദീസാണിത്. ഇത് സഹീഹ് മുസ്ലിമിലൊക്കെ ഉള്ളതാണ്. മുആവിയ അത്രമേൽ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ഒരു കൂട്ടരോടാണ് ഇത്തരത്തിലുള്ള ഒരു വിവരണം പറഞ്ഞു കൊടുക്കുന്നത്. ഇമാമുൻ നസായി ഒക്കെ നമുക്കല്ലേ, അവർക്കെന്ത് നസായി, ഹദീസ് പണ്ഡിതന്മാരിലെ പ്രമുഖനാണ്. ബുഖാരി, മുസ്ലിം, അബൂ ദാവൂദൊക്കെ പറയുന്ന ആ ഒരു പരമ്പരയിൽ ഈ സഹാഹു സിത്ത എന്ന് പറയുന്ന അക്കൂട്ടത്തിലെ ഒരു ഹദീസ് പണ്ഡിതനാണ് ഇമാമുൻ നസായി. ഈ ആളുകൾ, ഈ ജനങ്ങൾ 4 പാട് നിന്നും കൂട്ടം ചേർന്ന് ഇമാമുൻ നസായിയെ തല്ലി ശരിപ്പെടുത്തുകയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന് 85ഓളം വയസ്സുണ്ട്. 4 പാട് നിന്നും ഈ കൂട്ടർ ഇമാമുൻ നസായിയെ ആക്രമിച്ചു, പൊതുവെ തല്ലി. അദ്ദേഹത്തിൻ്റെ വാരിയെല്ലിന് ക്ഷതമേൽക്കുന്ന രീതിയിൽ വാരിയെല്ല് മുറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഗുഹ്യഭാഗത്ത് അവർ ചവിട്ടി ഈ പള്ളിയിൽ നിന്ന് അങ്ങനെ ഇമാമിനെ വലിച്ച് അവർ പുറത്തിടുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീട് ഇമാമ് കയറിയിട്ടില്ല. ആ ഒരു രീതിയിൽ അങ്ങനെ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഡമാസ്കസിലുള്ള ആളുകൾക്ക് ഉമവിയാക്കളോടുള്ള ഒരു ഭക്തിയും ബഹുമാനവും ഒക്കെ ഈ ഒരു രീതിയിലാണ്, പ്രത്യേകിച്ച് മുആവിയയോട്. മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് ഹിജ്റ 60-ലാണ്, 680. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മുൻനിശ്ചയപ്രകാരം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള യസീദ് ബിൻ മുആവിയ അധികാരത്തിൽ വരികയാണ്. യസീദ് ഭരണം നടത്തുന്നത് ഏതാണ്ട് 3 വർഷക്കാലം മാത്രമാണ്. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നതും വളരെ കേമൻ തന്നെയാണ്. ഇത്രയൊക്കെയാണ് മുആവിയ ഇബ്ൻ അബി സുഫിയാനെക്കുറിച്ച് പറയാനുള്ളത്. ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ